ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഈസി റെസിപ്പി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, പ്രത്യേകിച്ച് ഒട്ടും ടൈമില്ലാത്ത ഈ റമദാൻ മാസത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി ഗാർലിക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളുടെ കൈമ കീമ ഉണ്ടെങ്കിൽ, ചിക്കൻ കീമ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് സമയം നമ്മൾക്കിത് വേവുന്നത് പോലെ കുറച്ച് സമയം ഇത് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഓയിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പോലെ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു ഓണിയനും 2 പച്ചമുളകും നല്ല ഫൈനായി ചോപ്പ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പോലെ ഗരം മസാലയും 1/2 ടീസ്പൂണ് ചില്ലി ഗാർലിക് സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ചില്ലി സോസ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പോലെ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ കൂടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലാക്സും ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. കോൺഫ്ലാക്സ് നല്ലോണം പൊടിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫില്ലിങ്ങിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ 4-5 ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഈ വെള്ളത്തിലൊന്ന് ഇങ്ങനെ മുക്കി നല്ലോണം അത് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഫില്ലിങ് വെച്ച് ഇതുപോലെ ബോളാക്കി എടുക്കാം. ഒരെണ്ണമായിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ബ്രെഡ് സ്ലൈസ് എടുത്ത് ഈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് ഇതിൽ കാണുന്നത് പോലെ നല്ല ബോൾ പോലെ ആക്കി എടുക്കാം. ഞാനിവിടെ 5 ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ വെള്ളത്തിൽ മുക്കിയതുകൊണ്ട് അതിൽ നനവുള്ളതുകൊണ്ട് കോട്ടായി കിട്ടും. ഞാനിവിടെ മുട്ടയിൽ മുക്കിയതിന് ശേഷം നല്ലോണം കോട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല ബ്രെഡ് ക്രംസ് നല്ല കോട്ടാകുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടും. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോളും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നി 2 എണ്ണം ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനിത് ഇവിടെ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആയി കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബോളാണ്.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.